ബേപ്പൂർ പോർട്ട് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കപ്പലിലുള്ളത് അപകടകരമായ വസ്തുക്കളാണ്, ഡേഞ്ചറസ് വസ്തുക്കൾ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ ഡേഞ്ചറസ് എന്ന് പറയുന്നത് കപ്പലിൽ സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകളുടെ വർഗ്ഗീകരണം വെച്ചിട്ട് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നിങ്ങനെ പറയുന്നു. അതിൽ ക്ലാസ് 3 ആണ് അത് തീപിടിക്കാൻ സാധ്യതയുള്ള ലിക്വിഡാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്രോളോ ഡീസലോ എന്തോ ആകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ MSC എൽസ 3 പറഞ്ഞതുപോലെയുള്ള ദ്രാവകങ്ങളാകാം. എന്തായാലും അത് തന്നെ ആവണം പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ കണ്ടെയ്നർ ഉള്ളത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ലിക്വിഡ് ആയതുകൊണ്ടാവണം. അപകടത്തിൽ 4 പേരെ കാണാനില്ല എന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇതിനോടകം സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. 22 പേരിൽ 4 പേരെ 18 പേരെ രക്ഷപ്പെടുത്തി, ബാക്കി 4 പേരെ കാണാനില്ല. രക്ഷപ്പെടുത്തിയവരിൽ ഒരാളുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയും. 4 പേർ മിസ്സിംഗ് ആണ്. തായ്വാൻ, ഇന്തോനേഷ്യൻ, മ്യാൻമർ സ്വദേശികളെയാണ് കാണാതായത് എന്നുണ്ടാകും. രാവിലെ 9:30-ക്കാണ് അപകടമുണ്ടായതെന്നും ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായതെന്നൊക്കെ ഒരു സ്ഥിരീകരണ സ്വഭാവത്തിൽ കോസ്റ്റ് ഗാർഡിൽ നിന്ന് കാരണങ്ങൾ വരുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ വിമാനം ഡോണിയർ കപ്പലിന് മുകളിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്. പ്രേക്ഷകർ കാണുന്ന ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളുമാണ്. ശ്രീത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, കേരള തീരത്ത് കപ്പൽ ദുരന്തങ്ങൾ, ഇത്തരത്തിൽ കപ്പൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതിൽ തീരദേശവാസികൾക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ട്. MSC എൽസ 3 ആ ഷോക്ക് അല്ല, അതിൻ്റെ ദുരൂഹത ഇപ്പോഴും തീർന്നിട്ടില്ല. അതിൻ്റെ വാക്പോരുകൾ തുടങ്ങിയിട്ട് കൊണ്ടുതാനും. അതിനിടയിൽ അതിനേക്കാൾ ഗ്രേവായ മറ്റൊരു ഒരു കപ്പൽ തീപിടുത്തം ഉണ്ടാവുന്നതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് സ്ഥിരീകരണം. ശ്രീത്ത്, കാശ്മീർ അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് കടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കേരള തീരവും ഇത്തരം അപകടങ്ങളിൽ നിന്ന് മുക്തമല്ല. എന്നാൽ അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ കേരള തീരത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഒരു വസ്തുത. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൽസ 3 അപകടം വലിയ ചർച്ചയായി. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. കാശ്മീർ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ അതിന് പിന്നാലെയാണ് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ന് രാവിലെ ഒരു സിംഗപ്പൂർ പതാക ഏന്തുന്ന കപ്പലിന് തീപിടുത്തമുണ്ടായത്. ഈ കപ്പലിൽ 18 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 4 പേരെ കാണാതായിട്ടുണ്ട് എന്ന കാര്യവും കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും സ്ഥിരീകരിക്കുന്നു. എന്തായാലും കേരള തീരത്ത് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു അപായ സന്ദേശമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരം. കാരണം കോസ്റ്റ് ഗാർഡ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അപായ സൂചനകൾ ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുക പതിവാണ്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മറിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് പോയിട്ടുണ്ടെന്ന കാര്യം വസ്തുതയാണ്. അതിൽ അപകടകരമായ വസ്തുക്കളുമുണ്ട്. അത് തീപിടുത്തത്തിനിടയാക്കിയത് ഈ അപകടകരമായ വസ്തുക്കളുടെ സാന്നിധ്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിൽപ്പെട്ട നാവികരെ രക്ഷപ്പെടുത്തുന്നതിനാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ നാവികസേനയും പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 18 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 4 പേരെ കാണാതായിട്ടുണ്ട്. കപ്പൽ ഇപ്പോഴും ജലപ്പരപ്പിൽ തന്നെ ഒഴുകിക്കിടക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. എന്തായാലും അപായ സൂചനകൾ കേരള തീരത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ട, അല്ലെങ്കിൽ ആളുകൾ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നേരത്തെ എൽസ 3 കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകി പരന്നതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിലില്ല. ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടായേക്കുമോ എന്ന കാര്യത്തിലും നമുക്ക് സ്ഥിരീകരണമില്ല. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ മറ്റു തരത്തിൽ പരിഭ്രാന്തി ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കോസ്റ്റ് ഗാർഡ് അധികൃതരും വ്യക്തമാക്കുന്നത്.